ശരീരത്തിൽ വൈറ്റമിനുകളുടെ പങ്ക് എന്താണ്? എന്താണ് അത് ഡോക്ടർ പറഞ്ഞുതരും. അപ്പോൾ വിവിധതരം വൈറ്റമിനുകളുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്, എങ്ങനെയാണ് അത് ശരീരത്തിന് ഗുണം ചെയ്യുന്നത്? ഇത്തരം കാര്യങ്ങൾ പറയാൻ ഡോക്ടർ സൗമ്യ സരൻ എത്തുന്നു. കാണാം ഡോക്ടർ. ഇന്ന് നമുക്ക് വൈറ്റമിനുകളെ പറ്റി സംസാരിക്കാം. നമ്മുടെ ബാലൻസ് ഡയറ്റിലെ ഒരു പ്രധാന ഘടകമാണ് വൈറ്റമിനുകൾ. എന്താണ് വൈറ്റമിനുകൾ നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത്? നോക്കൂ, എന്ത് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അതായത് നമ്മുടെ ബോഡിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും അത്യന്താപേക്ഷിതമായിട്ടുള്ള ആളുകളാണ് വൈറ്റമിനുകൾ. പ്രധാനപ്പെട്ട നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ രോഗപ്രതിരോധ ശേഷി നോക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ മുറിവുകളൊക്കെ ഉണ്ടായാൽ അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഓരോ വൈറ്റമിനുകൾക്കും ഓരോ ഫങ്ഷൻസ് ആണ്. അപ്പോൾ പലതരം വൈറ്റമിനുകൾ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ? വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ, കെ. ഇതിൽ തന്നെ ബിക്ക് പലതരം B1, B2 എന്നൊക്കെ പറഞ്ഞ് പലതരം ബി വൈറ്റമിനുകളുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എ, ബി, സി, ഡി, ഇ, കെ ഇത്രയും വൈറ്റമിനുകളുണ്ട്. ഇതിൽ ഓരോ വൈറ്റമിൻ്റെയും ഫങ്ഷൻസ് ഡിഫറൻസ് ആണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വൈറ്റമിൻ എ നമുക്ക് വിഷൻ, നമ്മുടെ കാഴ്ചശക്തിക്കാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ വൈറ്റമിനുകളും നമ്മുടെ ബോഡിയുടെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് വളരെയധികം അത്യാവശ്യമാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് ഓരോ വൈറ്റമിനുകളെ പറ്റിയിട്ടും സെപ്പറേറ്റ് ആയിട്ട് നോക്കാം. അത് ഏതൊക്കെ ഭക്ഷണ പദാർത്ഥങ്ങളിലാണ് അടങ്ങിയിരിക്കുന്നത് എന്നും നോക്കാം. അതെ, അപ്പോൾ ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. വൈറ്റമിൻ എ തൊട്ട് ഡി വരെ, വൈറ്റമിൻ ഇ വരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതൊക്കെ ഏതൊക്കെ ഭക്ഷണത്തിൽ ഉണ്ടെന്ന് നോക്കി അതനുസരിച്ച് സമീകൃത ആഹാരം എന്താണെന്ന് ഡോക്ടർ മുൻപ് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ അതനുസരിച്ച് കഴിക്കുക.